അതിലും സംബന്ധിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ച ഒരു എളിയ ഒരാളാണ് ഞാൻ. അപ്പോൾ പാലാ രൂപത ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നോട്ട് നിൽക്കുന്നു. ചരിത്രത്തിനോടൊപ്പം ഒരു പിടി മുന്നോട്ട് പോകുന്നു. പാലാ രൂപത നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കുട്ടികൾക്ക് 15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. അച്ഛൻ ഇതൊക്കെ കൊണ്ട് വെച്ചു. അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഈ സമയമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് തിരിച്ചറിവ് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പം ഞാനുണ്ട്, ഇവിടെ അച്ഛനുണ്ട്, ഇവിടുത്തെ ബഹുമാനയായ സിസ്റ്റേഴ്സുണ്ട്, ടീച്ചേഴ്സ് അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, എന്നെ വിളിച്ച് സാറോട് നിൽപ്പുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇതിനും ചില പ്രത്യേകതകളുണ്ട്. ഇത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളെയും വിദ്യാർത്ഥികളെ പല രീതിയിൽ ആകർഷിക്കാനുള്ള പല ചതിക്കുഴികൾ, പല കഴുകന്മാർ നിങ്ങളെ ചുറ്റും വട്ടമിട്ട് വറക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിലേക്ക് വരുന്ന ശത്രുവിനെ നമ്മൾ നോക്കിയിരുന്ന് കാണണം. ഇവരുടെയൊക്കെ മുന്നിൽ ഒരു ബിഗ് നോ പറയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങളെ അർത്ഥവത്തായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിവിധ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അഡാർട്ട്, ടെൻസ്, ആൻറ്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ക്ലബ്ബുകൾക്കൊരു വലിയൊരു ദൗത്യമുണ്ട്. ഈ സ്കൂളിൽ ഈ ക്ലബ്ബുകൾ ആൻറ്റി നർക്കോട്ടിക് കാര്യങ്ങളുടെ ഒരു ജിഹ്വയായി പ്രവർത്തിക്കണം. ആരെങ്കിലും ഇത് പാലാ ടൗണിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും ഒത്തിരി ആളുകൾ പഠിച്ച് ഉന്നതരായ വിജയം നേടി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിരാജിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളും അങ്ങനെ തന്നെ എത്തപ്പെടേണ്ടവരാണ്. ലഹരിയുടെ ചരിക്കുഴികളിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ 3 ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലബ്ബുകളിലുള്ള കുട്ടികൾ ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടവർ, ഇപ്പോൾ ഈ ലഹരിയെക്കുറിച്ച് മദ്യവും ഇതുപോലെ തന്നെ പ്രശ്നമുള്ള കാര്യമാണ്. മദ്യം ഉപയോഗിക്കേണ്ട പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? 23 വയസ്സാണ്. വോട്ട് ചെയ്യുന്നതിന് 18 വയസ്സ് മതി. മദ്യം ഉപയോഗിക്കുന്നതിന് 21 വയസ്സ് വേണം. സർക്കാരിന് ആ കാര്യത്തിലൊക്കെ വളരെ ജാഗരൂകരാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.